തണ്ണിമാതുറ മുതലപ്പുഴ വിഷയത്തിൽ ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശശി എംഎൽഎയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വലിയകട ജംഗ്ഷനിൽ നിന്നുമാണ് പ്രതിഷേധ പ്രകടനത്തിന് തുടക്കമായത്. എംഎൽഎ ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് തീർത്ത് പോലീസ് കാവൽ നിന്നു. എന്നാൽ ബാരിക്കേഡ് മറികടക്കാൻ പ്രതിഷേധക്കാർ ശ്രമിക്കുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എംഎൽഎ ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ബോർഡ് അടിച്ചു തകർക്കുകയും കല്ലെറിയുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എംഎൽഎ ഇതുവരെ ആ ദുരന്ത പ്രദേശം സന്ദർശിച്ചിട്ടില്ല. ഇത്രയും മനുഷ്യജീവൻ എടുത്ത ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ദിവസങ്ങൾക്കകം ഒരു ഭൂമി മുഴുവൻ വെള്ളത്തിനടിയിലാകാൻ പോവുകയാണ്. ഇത്രയും നിരുത്തരവാദിത്വത്തോടു കൂടി പെരുമാറുന്ന ഒരു എംഎൽഎ കേരളത്തിന്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ല. ആ എംഎൽഎ മുതലപ്പുഴ കാണണ്ട എന്ന് എംഎൽഎ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾ ഒരു കാര്യം തീരുമാനിക്കും. ഇനി എംഎൽഎ മുതലപ്പുഴ കാണില്ല, ചിറയിങ്ങ കാണില്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനിക്കും. ഒരു തർക്കവുമില്ല. ഇവിടുത്തെ മനുഷ്യന്റെ ജീവൻ എടുക്കാൻ ആ പൊഴിയിലെ മണ്ണ് മാറ്റാൻ പറയുമ്പോൾ സർക്കാർ പറയുന്നു പണമില്ല എന്ന് പറയുന്നു. ഇവിടെ മരുമകൾ മുഖ്യമന്ത്രിയുടെ കുടുംബം എങ്ങനെയാണ് ജീവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ലക്ഷങ്ങൾ പണിമുടക്കിയാണ് കാലി തൊഴുത്ത് പശുവിന് കൊടുക്കുന്ന പരിഗണനയെങ്കിലും ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്ക് മുഖ്യമന്ത്രി കൊടുക്കണ്ടേ? ഇല്ലേ? 10 ലക്ഷം രൂപയ്ക്കാണ് പശുവിനെ അങ്ങ് ആർഭാടമായി ജീവിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പണിത തൊഴുത്ത്. ഇവിടെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം PSCയുടെ ചെയർമാൻ അടക്കമുള്ള ആളുകൾക്ക് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഒരു തൊഴിൽ പോലും കൊടുക്കാത്ത PSCയുടെ ചെയർമാന് 4 ലക്ഷം രൂപ എണ്ണിക്കൊടുത്ത സർക്കാരാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി 1 രൂപ മാറ്റിവെക്കാൻ തയ്യാറാവാത്തത്. ആ ന്യായമായ ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്ന് പറയുമ്പോൾ ഇവിടെ അദാനിമാരുടെ മുമ്പിൽ അംബാനിമാരുടെ മുന്നിൽ മുട്ടുലയുന്ന സർക്കാരിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സർക്കാരിന്റെ മുൻഗണന മത്സ്യത്തൊഴിലാളികളല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതുപോലെ മത്സ്യത്തൊഴിലാളികളെ ആത്മവഞ്ചന ചെയ്തൊരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധ മാർച്ചുമായി രംഗത്തെത്തി. വനിതാ പ്രവർത്തകരടക്കം എംഎൽഎ ഓഫീസിന്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചു. Congress
പോലീസ് ഇടപെട്ടതോടെ അവിടം സംഘർഷാവസ്ഥയായി. ഇതിനിടയിൽ ചിറയൻകീഴ് പോലീസ് സബ് ഇൻസ്പെക്ടർ മനുവിനും പരിക്കേറ്റു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് കൃഷ്ണകുമാർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അവിടെ മുതലപ്പൊടിയിൽ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് മത്സ്യത്തൊഴിലാളികൾ സംഘടിതമായി നിങ്ങൾ ആയിരക്കണക്കിന് പോലീസുകാർ പൊഴി മുറിക്കാൻ ചെന്നപ്പോൾ അവർ തടഞ്ഞു നിർത്തിയില്ലേ? എന്താ കാരണം? എന്താ പോലീസ് ഒന്ന് പൊഴി മുറിക്കാത്തത്? നിങ്ങളുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ അവർ സർക്കാരിന്റെ സൈന്യമാണ് എന്ന് പറഞ്ഞ നിങ്ങളുടെ മുഖ്യമന്ത്രി സൈന്യത്തെ തോൽപ്പിക്കാൻ ഒരു പോലീസുകാർക്കും കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസം സംഘടിതമായി മത്സ്യത്തൊഴിലാളികൾ പൊടി മുറിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞു നിർത്തി അത് തെളിയിച്ചിട്ടുണ്ട്. ഇതെല്ലാം നൽകുന്നത് നല്ല സൂചനകളല്ല എന്ന് ഭരണാധികാരികൾ മനസ്സിലാക്കണം, MLA മനസ്സിലാക്കണം. ഒടുവിൽ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. HP News 24/7